ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ മലയാളത്തിൻ്റെ മോഹൻലാലിനെയാണ് ഈ ദിവസങ്ങളിലെല്ലാം നാം ആഘോഷിച്ചത്. നാളെ രാവിലെ ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിന്ന് മോഹൻലാൽ ആ വലിയ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. അതിനു മുമ്പ് ഇന്ന് മലയാളി അത്യന്തം ആവേശത്തോടെ കാത്തിരിക്കുന്ന വെള്ളിത്തിരയിലെ ഒരു മടങ്ങിവരവിന് തുടക്കമിട്ടാണ് മോഹൻലാൽ ന്യൂഡൽഹിക്ക് വിമാനം കയറിയത്. ജോർജ് കുട്ടിയും കുടുംബവും മൂന്നാമതും വരികയാണ്. സൂപ്പർ ഹിറ്റ് സിനിമ ഫ്രാഞ്ചൈസിയായ ദൃശ്യം മൂന്നാം ഭാഗത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നു. ഇനിയും നാം കാണാത്ത അറിയാത്ത ഒരുപാട് ഭാവങ്ങൾ മോഹൻലാൽ എന്ന നടനിൽ അവശേഷിക്കുന്നുണ്ട്. വരുൺ കൊലപാതകത്തിലെ നിഗൂഢതകളിൽ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാരിലെ അസാധാരണക്കാരനായ ജോർജ് കുട്ടിയിലേക്കുള്ള മോഹൻലാലിൻ്റെ പരകായ പ്രവേശനമായി എല്ലാ മലയാളികളെയും പോലെ കാത്തിരിക്കുകയാണ് RDXും റാപ്പിലേക്ക്. പൂത്തോട്ട SN ലോ കോളേജിലായിരുന്നു സിനിമയുടെ പൂജാ ചടങ്ങുകൾ. ലൊക്കേഷനിലേക്ക് എത്തിയ മോഹൻലാലിനെ ആഹ്ലാദാരവങ്ങളോടെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. നിലവിളക്ക് കൊളുത്തി ഫസ്റ്റ് ക്ലാപ്പ് അടിച്ച മോഹൻലാൽ ക്യാമറ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. ദൃശ്യത്തിന് മൂന്നാം ഭാഗം വരുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇത്തവണയും ജോർജ് കുട്ടി കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും മോഹൻലാൽ. ദൃശ്യം 1, 2 മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടത്തുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. സാധാരണ ഒരു കുടുംബ ചിത്രം കാണുന്നത് പോലെ മൂന്നാം ഭാഗവും കണ്ടാൽ മതിയെന്നാണ് ജിത്തു ജോസഫിന്റെ പ്രതികരണം. മൂന്നാം ഭാഗം ത്രില്ലടിപ്പിക്കുമെന്നും 4ാം ഭാഗവും വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം തിരിച്ചെത്തുന്ന മോഹൻലാൽ ചിത്രീകരണത്തിന്റെ ഭാഗമാകും. എറണാകുളം, തൊടുപുഴ എന്നിവിടങ്ങളിലാണ് ദൃശ്യം 3യുടെ ചിത്രീകരണം. RDX റാപ്പ് ന്യൂസ് മലയാളം. അല്ല, ഇതിനകത്ത് ഒരു കാര്യം, ഇത് മലയാളത്തിൽ മാത്രമല്ല, അതായത് ഈ സിനിമകൾ മറ്റ് 4 ഇന്ത്യൻ ഭാഷകളിൽ കൂടി ഈ 2 ദൃശ്യവും നാട്ടുകാർ കണ്ടതാണ്, വിജയിപ്പിച്ചതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല, മലയാള സിനിമ വേറൊരു തലത്തിൽ ഇപ്പോൾ ലോകയൊക്കെ റിലീസായി ലോകയുടെയൊക്കെ ഒരു വിജയം, അതല്ലെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത് മലയാള സിനിമയെ ഇനി എക്കാലവും മലയാള സിനിമയിൽ വരുന്ന എല്ലാ മാറ്റവും അതിൽ തന്നെ എല്ലാ പ്രദേശത്തെയും ആളുകളെ ആകർഷിക്കാൻ തക്ക വണ്ണമുള്ള കഥയും അത് തീർച്ചയായും വലിയ ഹിറ്റുകളായിരിക്കും. ഇപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിൽ തന്നെ എടുത്തു, ഇപ്പോൾ ദൃശ്യം 3യുടെ കാര്യത്തിൽ അത് എല്ലാ ഭാഷയിലും, ഇപ്പം നേരത്തെയൊക്കെ മറ്റേ ദൃശ്യം 1ഉം 2ഉം ഒക്കെ കേരളത്തിൽ റിലീസായതിന് ശേഷം മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല ആലോചിക്കുന്നത്. എല്ലാ ഭാഷകളിലും ഇപ്പോൾ അജയ് ദേവ്ഗണൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെയൊക്കെ ഷൂട്ട് ആരംഭിക്കുക, എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് റിലീസാവുക. അല്ല, കാരണം ഈ ആ സസ്പെൻസ് സമ്പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് എല്ലാ ഭാഷയിലും നിലനിർത്തണം. ഇനി അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം മലയാള സിനിമ ദൃശ്യം 1 റിലീസായപ്പോഴോ 2 റിലീസായപ്പോഴോ ഉള്ള മലയാള സിനിമയല്ല ഇപ്പോഴത്തെ മലയാള സിനിമ. ഇവിടെ ഇപ്പോൾ ദൃശ്യം 3 റിലീസായാൽ അപ്പം തന്നെ അങ്ങനെ ഹിന്ദിക്കാരും അറിയും, ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയും. അതുകൊണ്ട് അതറിയാൻ ആളുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാറ്റം വരും. പിന്നെ ആ സിനിമയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഏത് ഭാഷയിലുമുള്ള ലോകത്ത് ഏത് പ്രദേശത്തുള്ളവർക്കും കണക്റ്റ് ആവും, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. കാരണം കുടുംബ ബന്ധങ്ങളുടെ എൻ്റെ ഒരു തീക്ഷ്ണമായ ഒരു തലമുണ്ടല്ലോ. കാരണം എന്ത് ചെയ്തു ഞാൻ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കും എന്നുള്ള ഒരു തീരുമാനം. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ വേണമെങ്കിൽ ചില കൊറിയൻ സിനിമകളൊക്കെ ആയി ചേർത്ത് വെക്കാം. അവിടെ ഇതേ സ്വഭാവത്തിലുള്ള സിനിമകൾ നമ്മൾ കാണാറുണ്ട്. ആദ്യ സിനിമ വന്നപ്പോൾ ഇതേതോ സിനിമകളുടെയൊക്കെ കോപ്പിയടിയാണെന്നൊക്കെയുള്ള ചർച്ചയുണ്ടായെങ്കിലും 2ാമത്തെയും 3ാമത്തെയും ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇനി അതിന് പ്രസക്തിയില്ല. കാരണം ഇതിവിടെ എഴുതി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് എല്ലാ ആളുകളെയും മലയാളിയെയും അങ്ങനെ ഹുക്ക് ചെയ്യുന്ന മലയാളിക്ക് അവനവൻ്റെ കുടുംബമാണ് എന്ന് ഞാൻ സംരക്ഷിക്കുന്നത് എൻ്റെ കുടുംബത്തെയാണെന്ന്. ഇപ്പോൾ മോഹൻലാൽ ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ മലയാളിയും വിചാരിക്കുന്നത് ഞാൻ എൻ്റെ കുടുംബമല്ല, മോഹൻലാലായിട്ടാണല്ലോ പിന്നെ എല്ലാവരും അവനവനെ വിചാരിക്കുക. അപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന നിലയ്ക്ക് ആളുകൾ ഏറ്റെടുക്കുന്നത് കൂടിയാണ് അതിൻ്റെ സമ്പൂർണ്ണമായ സസ്പെൻസ് ആദ്യന്തം നിലനിർത്താൻ കഴിയുന്ന സിനിമകൾ കൂടി ആയതുകൊണ്ടാണ് ഈ നിലയ്ക്ക് വിജയിക്കുന്നത്. ഈ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാനാണ്. ഇതിപ്പോൾ എല്ലാം സ്ക്രിപ്റ്റിനെ അധികരിച്ചാണ് ഇരിക്കുക, ആശ്രയിച്ചാണ് ഇരിക്കുക. എന്തായാലും ആ കാര്യങ്ങൾ ഈ ദൃശ്യത്തിന് 2 ആണെങ്കിലും ഇപ്പം ജിത്തു ജോസഫിന് അതിൽ സ്കില്ലുണ്ട്. പിന്നെ മോഹൻലാൽ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇതിനെപ്പറ്റി അജയ് ദേവ്ഗൻ പലരായിട്ട് അഭിനയിച്ചല്ലോ, പക്ഷേ മലയാളത്തിൻ്റെ അടുത്തൊന്നും എത്തില്ല ഈ സിനിമകൾ നമ്മൾ കണ്ടാൽ. അതായത് അതൊന്ന് മോഹൻലാലിൻ്റെ സ്കില്ല് കൊണ്ടാണ്. പിന്നെ അത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമകളായിട്ടല്ല അപ്പുറത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞല്ലോ, ഈ കീഗോ ഹിഗാഷിനോയുടെ ജാപ്പനീസ് നോവലാണ് ഇതിൻ്റെ ആദ്യത്തെ സ്പാർക്കായത് എന്ന് പറഞ്ഞു. പക്ഷേ അത് ജീത്തു എപ്പോഴും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ വലിയ സാമ്യമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിനെ അധികരിച്ച് എന്ന് പറഞ്ഞ് തന്നെ ഹിന്ദിയിൽ ജാനേം എന്ന് പറഞ്ഞിട്ടൊരു കരീന കപൂറിൻ്റെ സിനിമ സമീപകാലത്ത് വന്നു. അതിപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉണ്ട്. പക്ഷേ ആ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് അതിൻ്റെ ബേസ് ഈ പറയുന്ന ജാപ്പനീസ് നോവലാണെങ്കിൽ പോലും
ആണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു താജ്മഹലാണ് ജീത്തു ജോസഫ്. അത് ആ യൂണിവേഴ്സായിട്ടങ്ങ് മാറി. പിന്നീട് സ്വന്തം നിലക്കാണല്ലോ ഈ സെക്കൻഡും ഇപ്പോൾ 3 ഒക്കെ വരുന്നത്. അപ്പം അത് എവിടെന്നെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ അതിജയിക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ മോഹൻലാൽ ഒരുപാട് പരാജയങ്ങളൊക്കെ വന്നതിന് ശേഷം കടുത്ത മോഹൻലാൽ ഫാൻസ് പോലും ആകെ നിരാശരായിരിക്കുന്ന സമയത്താണ് ഇത് വന്നതെന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയൊരു കാത്തിരിപ്പായിരിക്കും ഈ പടം. മോഹൻലാലിന്റെ വലിയ വിജയത്തിന്റെ സമയത്താണ് ഇത് വരുന്നത് എന്ന പ്രത്യേകത. സസ്പെൻസ് കൂടെ ഉണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ടൊരു സസ്പെൻസ് കൂടെ ദൃശ്യത്തിലുണ്ട്. പിന്നെ അതിപ്പോൾ പറയുന്നില്ല. 12 വർഷം മുമ്പ് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ദൃശ്യം. ആരാധക പ്രീതി നേടിയ ചിത്രത്തിന്റെ 2ാം ഭാഗം ആമസോൺ പ്രൈം വീഡിയോയിൽ റിലീസ് ചെയ്തത് 2021 ഫെബ്രുവരിയിലാണ്. ആ പ്രമേയം പിന്നീട് ഒരു ബ്രാൻഡായി തന്നെ മാറി. വിവിധ ഇന്ത്യൻ ഭാഷകളിലും വിദേശ രാജ്യങ്ങളിൽ പോലും ദൃശ്യത്തിന്റെ പ്രമേയത്തെ ഉപജീവിച്ച് സിനിമാഖ്യാനങ്ങൾ വന്നു. ഇപ്പോഴിതാ 3ാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നു. വീണ്ടും ഒരു ലാൽ വിസ്മയം തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ലാലിനും ദൃശ്യം 3 ടീമിനും RDXന്റെ ആശംസകൾ.